സേവ് ചെയ്ത് വെച്ചാൽ ഉപകാരപ്പെടും. ലെനിൻ ദർ ഈസ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവിടെയാകുന്നു. ദർ ഈസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ ദർ ഈസ് ഉപയോഗിക്കാറുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചോ, ശരിക്കും ഉപകാരപ്പെടും, അടിപൊളിയാണ്. സേവ് ചെയ്ത് വെച്ചോ. ഇപ്പോൾ ദർ ഈസിന് ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ ദർ ഈസ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഞാൻ പറയുന്നത് ദർ ഈസ് എ പ്രോബ്ലം, അതിന്റെ അർത്ഥം എന്താ? അവിടെയാകുന്നു പ്രോബ്ലം, അങ്ങനെയൊന്നല്ല, ഒരു പ്രോബ്ലം ഉണ്ട്, ദർ ഈസ് എ പ്രോബ്ലം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയാണ് ചാൻസ് ഉണ്ട് എന്ന് എങ്ങനെ പറയാം? ചാൻസ് ഉണ്ട്. യെസ്, ദർ ഇസ് എ ചാൻസ് എന്ന് പറഞ്ഞാൽ ചാൻസ് ഉണ്ട്, ദർ ഇസ് എ ചാൻസ്. അതേപോലെ ഞാൻ പറയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഒരു നല്ലൊരു ഡോക്ടർ ഉണ്ട്. ഞാൻ എങ്ങനെ പറഞ്ഞത്? ദർ ഈസ് എ ഗുഡ് ഡോക്ടർ അറ്റ് ദ മെഡിക്കൽ കോളേജ്. കണ്ടോ? അപ്പോൾ ദർ ഈസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കും. ഇനി ഒന്നിൽ കൂടുതലാകുമ്പോൾ നമ്മൾ ദർ ഈസ് അല്ല ഉപയോഗിക്കുക, ദർ ആർ. മനസ്സിലായി? ഇപ്പോൾ ഞാൻ പറയാണ്, ഇപ്പോൾ കേരളത്തിൽ 3 അല്ലെങ്കിൽ 4 എയർപോർട്ടുകൾ ഉണ്ടെന്ന് പറയാം. ദർ ഈസ് 4 എയർപോർട്ട്സ് എന്നല്ല പറയാം, ദർ ആർ. ഓക്കെ, ഒന്നിൽ കൂടുതലാകുമ്പോൾ ദർ ആർ 4 എയർപോർട്ട്സ് ഇൻ കേരള. കേരളത്തിൽ 4 എയർപോർട്ടുകളുണ്ട്. ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ 100 എംപ്ലോയീസ് ഉണ്ടെന്ന് എങ്ങനെ പറയാം? ദർ ആർ 100 എംപ്ലോയീസ്. ഓക്കെ, ദർ ആർ 100 എംപ്ലോയീസ് ഇൻ മൈ കമ്പനി. മനസ്സിലായി? അപ്പോൾ കണ്ടോ, ദർ ആർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്ത് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും. നല്ല റിസൾട്ടാണ്, വളരെ ചെറിയ ഫീ, 2 മാസത്തിന് 3500 ഇന്ത്യൻ റുപ്പീസ് മാത്രം ഈടാക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. 2 ദിവസം കൊണ്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബയോയിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച്.